CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ശാന്തിയുടെയും സന്ദേശം ഉൾക്കൊണ്ട് വീണ്ടും ഒരു ക്രിസ്മസ് ആഘോഷം. ലോകമെങ്ങുമുള്ള വിശ്വാസികൾ ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി ഭക്തി നിർഭരമായി ആഘോഷിച്ചു. എരനല്ലൂരിൽ വീട് കുത്തിത്തുറന്ന് മോഷണം. 2 ലക്ഷം രൂപ, 3 ഗ്രാം സ്വർണം, മൊബൈൽ ഫോണുകൾ എന്നിവ കവർന്നു. പൊറത്തൂർ ജോയിയുടെ വീട്ടിലാണ് കവർച്ച നടന്നത്. അധികാരികളുടെ നിസ്സംഗത കുരുക്കഴിയാതെ കേച്ചേരി. തൃശൂർ കുന്നംകുളം പാതയിലെ പ്രധാന ജംഗ്ഷനായ കേച്ചേരിയിലെ ഗതാഗതക്കുരുക്ക് തുടർക്കഥയാകുന്നു. സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന കണ്ടെത്തലിനെ തുടർന്ന് പെരുമ്പടപ്പ് SI N ശ്രീജിത്തിനെ സസ്പെൻഡ് ചെയ്തു. തൃശൂർ റേഞ്ച് DIGയുടേതാണ് നടപടി. എരമംഗലം കുമ്മിപ്പാലം ബണ്ട് തകർന്ന 200ഓളം ഏക്കർ കൃഷി നശിച്ചു. KLDCയുടെ നേതൃത്വത്തിൽ 5 മാസം മുൻപ് പൂർത്തിയാക്കിയ പുതിയ ബണ്ടാണ് പൊട്ടിയത്. പിണറായി CPIMന്റെ ഗുണ്ടാപ്പണി വീണ്ടും ഏറ്റെടുത്തുവെന്ന DCC സെക്രട്ടറി PK രാജൻ. KPCC പ്രസിഡന്റ് K സുധാകരനെയും പ്രതിപക്ഷ നേതാവ് VD സതീശനെയും ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് എളവള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രകടനവും പ്രതിഷേധയോഗവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂരപ്പന്റെ ഇഷ്ടകലയായ കൃഷ്ണനാട്ടം കളിക്കാവശ്യമായ കോപ്പുപെട്ടികൾ വഴിപാടായി സമർപ്പിച്ചു. തിരുവനന്തപുരം ആനയറ സ്വദേശികളായ അഡ്വക്കേറ്റ് C രാജേന്ദ്രൻ, CL അജൻ, ദീപ രാജേന്ദ്രൻ എന്നിവരാണ് വഴിപാട് സമർപ്പിച്ചത്. കുന്നംകുളം പാറയിൽ സെന്റ് ജോർജ് പള്ളിപ്പെരുന്നാളിന് കൊടിയേറി. മലങ്കരയുടെ വലിയ ബാവ എന്നറിയപ്പെടുന്ന പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദ്വിതീയൻ ബാവയുടെ ഓർമ്മ പെരുന്നാൾ 2024 ജനുവരി 2, 3 തീയതികളിലാണ് ആഘോഷിക്കുന്നത്. ശ്രീ പുഷ്പക ബ്രാഹ്മണ സേവാ സംഘത്തിന്റെ സപ്തവർണം 2023 തൃശൂർ ജില്ലാ കലാമേള കുന്നംകുളം നഗരസഭ ടൗൺ ഹാളിൽ തുടക്കമായി. പ്രസിദ്ധ കഥകളി നടനും മുൻ കലാമണ്ഡലം പ്രിൻസിപ്പാളുമായ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. അയ്നൂർ ചീനിക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പൂരം വർണ്ണാഭമായി. ഡിസംബർ 22, 23, 24 തീയതികളിലാണ് ആഘോഷങ്ങൾ. ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ കമ്പടി തിരുനാളിനോടനുബന്ധിച്ച് ചിറ്റാട്ടുകര ആർട്സ് ക്ലബ് CAC അവതരിപ്പിക്കുന്ന ഒറ്റമരം എന്ന സാമൂഹ്യ സംഗീത നാടകത്തിന്റെ പോസ്റ്റർ ലോഞ്ചിംഗ് നടന്നു. യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന ഡേവിഡ് പതിയാരത്തിന്റെ 7ാമത് ചരമവാർഷികം ആചരിച്ചു. UDF കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. ചൊവ്വല്ലൂർ ശിവക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവത്തോടനുബന്ധിച്ച് മെഗാ തിരുവാതിര അരങ്ങേറി. ഞായറാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് ക്ഷേത്രനടക്കാവിലെ ആൽമരച്ചുവട്ടിൽ മെഗാ തിരുവാതിര അരങ്ങേറിയത്. ഗുരുവായൂർ കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ദേവാലയത്തിലെ തിരുനാളിന് കൊടിയേറി. ക്രിസ്മസ് തിരുകർമ്മങ്ങൾക്ക് ശേഷം അസിസ്റ്റന്റ് വികാരി ഫാദർ ഗോഡ്വിൻ കിഴക്കോടൻ കൊടിയേറ്റം നിർവഹിച്ചു. ജനുവരി 1, 2, 3 തീയതികളിലാണ് തിരുനാൾ ആഘോഷം. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ പെരുമണ്ണൂർ സെന്റ് മേരീസ് ഇടവക പള്ളി എൽദോ പെരുന്നാളിനോടനുബന്ധിച്ച് സന്ധ്യാ നമസ്കാരം നടന്നു. എരുമപ്പെട്ടി മങ്ങാട് സെന്റ് ജോർജ് ഇടവക പള്ളിയിൽ ഒരുക്കിയ ക്രിസ്തുമസ് മഹാപ്രദർശനം ശ്രദ്ധേയമാകുന്നു. കേരളത്തിൽ ആദ്യമായാണ് ഒരു ഇടവക കൂട്ടായ്മ ബൈബിളിനെ ആസ്പദമാക്കി സമഗ്രമായ ക്രിസ്തുമസ് പ്രദർശനം ഒരുക്കുന്നത്. സംസ്ഥാനത്ത് ക്രിസ്മസ് ആഘോഷവേളയിൽ റെക്കോർഡ് മദ്യവിൽപ്പന. 3 ദിവസം കൊണ്ട് ബെവ്കോ ഔട്ട്ലെറ്റ് വഴി വിറ്റത് 154.77 കോടിയുടെ മദ്യം. പുതുശ്ശേരി കോളനി നിവാസികൾക്ക് ക്രിസ്മസ് സമ്മാനമായി മിനി ഹൈമാസ്റ്റ് ലൈറ്റ് മിഴി തുറന്നു. ചൊവ്വന്നൂർ പഞ്ചായത്തിലെ പുതുശ്ശേരി കോളനിയിൽ മിനി ഹൈമാസ്റ്റ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ നടന്നു. മുതിർന്ന CPM നേതാവും മുൻ വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും എഴുത്തുകാരനുമായ TK നമ്പീസ്റ്റൻ മാസ്റ്ററുടെ 5ാം വാർഷികാനുസ്മരണം തയ്യൂരിൽ നടത്തി. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK വാസു മുഖ്യപ്രഭാഷണം നടത്തി. പഴഞ്ഞി MD കോളേജ് NSS യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ അതിരപ്പള്ളി വെറ്റിലപ്പാറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സപ്തദിന ക്യാമ്പിന് തുടക്കമായി. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.